യുദ്ധം അത് വീരന്മാർക്ക് ജന്മം കൊടുക്കുന്ന ഈറ്റില്ലം കൂടിയാണ്. ഓരോ യുദ്ധത്തിന് ശേഷവും നിരവധി ധീരകഥകൾ പിറവിയെടുക്കും. തലമുറകൾ കൈമാറുന്ന ത്യാഗോജ്വലമായ കഥകൾ. ഇതും യുദ്ധകഥയാണ്. രണ്ടാം ലോകമഹായുദ്ധം. ജപ്പാൻ ലക്ഷ്യമാക്കി അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ ബർമ്മയുടെ മുകളിലൂടെ മുന്നേറുന്നു. പൊടുന്നനെ ജപ്പാൻ യുദ്ധവിമാനങ്ങൾ അമേരിക്കൻ സേനയെ ആകാശത്തു വെച്ച് വളയുന്നു. ശക്തമായ വെടിവെപ്പിൽ അമേരിക്ക പതറി. ഓവൻ ജെ ബാഗറ്റ് എന്ന അമേരിക്കൻ വൈമാനികൻ പരമാവധി ശത്രുക്കളെ തുരത്താൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ ബാഗറ്റിന്റെ വിമാനത്തിന്റെ ഇന്ധന ടാങ്ക് ജപ്പാൻ ലക്ഷ്യം വെച്ചു. വെടിയേറ്റ വിമാനം തകരാൻ തുടങ്ങുന്നു. ബാഗറ്റ് അതിവേഗം ഇജക്ട് ചെയ്ത പാരച്യൂട്ടിൽ താഴേക്ക്. നിരവധി അമേരിക്കൻ വൈമാനികർ വിമാനം ഉപേക്ഷിച്ച് പാരച്യൂട്ടിൽ രക്ഷ നേടി. പക്ഷേ വിധി മറ്റൊന്നായിരുന്നു. ജപ്പാൻ അവരെ ഓരോരുത്തരെയും വിമാനവേധ തോക്കിനിരയാക്കി. ബാഗറ്റിന്റെ ഊഴമാകുന്നു. അദ്ദേഹം ഒരു ബുദ്ധി പ്രയോഗിച്ചു. ചലനമറ്റതുപോലെ 4000 അടി ഉയരത്തിൽ നിൽക്കുന്ന പാരച്യൂട്ടിൽ തൂങ്ങിയാടി. സമീപത്തേക്ക് വന്ന ജപ്പാൻ വിമാനത്തിന്റെ പൈലറ്റ് എന്തെങ്കിലും ചെയ്യും മുൻപ് ബാഗറ്റ് തന്റെ തോക്കുപയോഗിച്ച് പൈലറ്റിനെ വധിച്ചു. ആ പോർ വിമാനം തകർന്നു വീണു. ധീരമായ ആ പ്രവൃത്തിക്ക് ശേഷം ബാഗറ്റ് ജപ്പാന്റെ പിടിയിലായി. ഏറെ നാൾ ശത്രുവിന്റെ തടവിൽ, പിന്നെ മോചനം. ഒടുവിൽ 2006 മരണം. ജീവൻ നഷ്ടമാകുന്ന അവസ്ഥയിലും ബാഗറ്റ് മുൻഗണന നൽകിയത് തന്റെ ഔദ്യോഗിക വൃത്തിക്കായിരുന്നു. അത് തന്നെയായിരുന്നു ശരിയും. കാരണം അദ്ദേഹം നിയോഗിക്കപ്പെട്ടവനായിരുന്നു. ജീവിത വേഷങ്ങളിൽ നമ്മൾ പലപ്പോഴും പലതാണ്. എന്നാൽ അവസരങ്ങളിൽ അവസരത്തിനൊത്ത് ഉയരുക എന്ന മുൻഗണനാക്രമം നിശ്ചയിക്കാൻ കഴിയുന്നതാണ് വ്യക്തിത്വം. പ്രതിസന്ധികളിൽ നാം എന്താണോ അതാണ് നമ്മുടെ സംസ്കാരം. ശുഭദിനം.